എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വിഷമത്തോടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ പറയുക, ഗുരുവായൂർ എല്ലാവരും കേട്ട് കാണുമല്ലോ ന്യൂസ് എല്ലാം. ഏകാദശി ഉദയാസ്തമയ പൂജ നിർത്തലാക്കി എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. അത് എന്താ പറയുക, എനിക്ക് പ്രതികരിക്കാൻ തോന്നിയോണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത്. കാരണം ഭഗവാന് വേണ്ടി ഒരു കഥയെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു ചാനൽ, അപ്പോഴും ഞാൻ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു വേദനാജനകമായ കാര്യമായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. ശങ്കരാചാര്യർ തന്നെ ചിട്ടപ്പെടുത്തിയ രീതിയിലാണല്ലോ അവിടുത്തെ പൂജാതി കാര്യങ്ങൾ നടക്കുന്നത്. എത്രയോ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന, നൂറ്റാണ്ടുകൾ കൊണ്ട് നടക്കുന്ന ഒരു പൂജാ സമ്പ്രദായത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ ആർക്കാണ് അധികാരവും അവകാശവും ഉള്ളത്? അല്ലേ? നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നെങ്കിൽ നമുക്ക് പറയാം വരുമാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഗുരുവായൂർ എന്ന് പറയുന്നത് ദിനം പ്രതി വരുമാനം വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു പൂജ നിർത്തലാക്കാൻ എന്താണ് കാരണം? ആ ഒരു കാരണം സത്യസന്ധമായും കൃത്യമായും നമ്മുടെ ഭക്തർക്ക് അറിയേണ്ടത് ഒരു ആവശ്യമാണല്ലോ, അല്ലേ? അതൊരു ആവശ്യമാണ്. അപ്പോൾ നമുക്കത് അറിയണം, എന്തുകൊണ്ടാണ് ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്, നിർത്തുന്നത് എന്ന്. അത് നമ്മുടെ അവകാശമാണ്. ഭഗവാന്റെ ഭക്തരെന്നുള്ള നിലയിൽ നമ്മുടെ അവകാശമാണത്. പക്ഷെ ആ ഒരു അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അത് മാത്രമല്ല, ഭഗവാന്റെ കാര്യങ്ങൾ ധാർമ്മികപരമായിട്ടുള്ള നിയമങ്ങളാണ്. ഇതെല്ലാം ധാർമ്മികപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ. ഹിന്ദുക്കളുടെ ധാർമ്മികപരമായിട്ടുള്ള നിയമങ്ങളെ അടിച്ചമർത്തുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നടത്താനായിട്ട് കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇടയ്ക്ക് തുളസിമാല കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു ഭക്തർ. ഇപ്പോൾ ഇതാ പൂജാതി കാര്യങ്ങൾ മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം എന്താ ഭഗവാന്റെ നിശ്ചയമാണോ അതോ മനുഷ്യരുടെ ക്രൂരതയാണോ ഒന്നും അറിയില്ല. പക്ഷെ ഭഗവാന്റെ നിശ്ചയമായിരിക്കില്ല. കാരണം എത്രയോ വർഷം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മാറ്റാം. അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല, അത് ഭക്തര് കൊണ്ടുവരണ്ട, നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് വിഷമമുള്ള ഒരു കാര്യമാണ്. ഭക്തർ എന്ത് സന്തോഷത്തോടെയാണ് ഭഗവാന് മാല കെട്ടിക്കൊണ്ട് ഗുരുവായൂർ ചാർത്തുന്നത്, അല്ലേ? അപ്പോഴും അത് വേണ്ടാന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ആർക്കും ഇല്ല അധികാരം. അവിടെ ഒറ്റൊരു അധികാരി മാത്രമേ ഉള്ളത്, ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമാണ്. അദ്ദേഹത്തിനാണ് അവിടെ പൂർണ്ണ അധികാരം. ഇത് നമ്മുടെ വീട്ടില് വേറൊരാൾ വന്ന് അധികാരം കാണിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. ഭഗവാൻ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണോ? അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് നമ്മളാണോ? അല്ലല്ലോ, ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളിലും കൂടി കയറി ഇടപെടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങള്. അപ്പോൾ അത് നമ്മളെല്ലാവരും ചേർന്ന് തന്നെ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. കാരണം എല്ലാവർക്കും ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആർക്കും ഇടപെടാൻ കഴിയില്ലല്ലോ. എന്നാലും ഈ കലിയുഗത്തില് ക്രൂരതകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ദൈവങ്ങൾ പോലും വേട്ടയാടപ്പെടുമെന്ന് പറഞ്ഞത് എന്ത് സത്യമാണ്. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ പോലും ഇപ്പോൾ നടത്താനുള്ള ഒരു സാഹചര്യമല്ല. ഇനിയിപ്പോ കുറച്ചു കാലം കഴിയുമ്പോൾ പല പല പൂജകളും പല വഴിപാടുകളും മാറ്റി വെക്കപ്പെടും, ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഹിന്ദുക്കൾ എല്ലാവരും ഈ ഒരു മാറ്റിവെക്കുന്ന രീതിക്ക് എതിരാണ്. ഏകാദശി ഉദയാസ്തമയ പൂജ മാറ്റിവെക്കുന്നതിന് എല്ലാ ഹിന്ദുക്കളും എതിരാണെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈ തീരുമാനം മാറ്റപ്പെടാം, അല്ലെ? മാറ്റപ്പെടാം. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാരും പ്രതികരിക്കുക എന്ന് വെച്ചാല് ഭഗവാന്റെ കാര്യമാണ്, അല്ലെ? വേറെ എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ ഹിന്ദുക്കൾ ആരും തന്നെ ഒരു മതത്തിനെയോ ഒരു ജാതിയെയോ കുറ്റം പറയാറില്ല. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മതത്തിനെയും നമ്മുടെ സംസ്കാരത്തിനെയും കയറി ചോദ്യം ചെയ്യാൻ വരുമ്പോ അത് കണ്ണും കെട്ടി നോക്കി നിൽക്കുക അല്ല നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഭഗവാന് വേണ്ടി ഒരു വാക്കെങ്കിലും പറയാൻ കഴിഞ്ഞാല് അത് ഈ കോടി ജന്മ പുണ്യമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഭഗവാനെ സംരക്ഷിക്കാൻ ഭഗവാൻ അറിയാം അല്ലെ. എന്നാലും ഭഗവാന്റെ ഭക്തരെന്നുള്ള നിലയില് ഭഗവാന് വേണ്ടി ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ കഴിഞ്ഞാല് അത് ഈ ജന്മം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യാണ് കേട്ടോ. ഈ മൂഢത നിറഞ്ഞ തീരുമാനം ഉടൻ തന്നെ മാറ്റുമെന്നുള്ള പ്രതീക്ഷയില് വീണ്ടും ഭഗവാന്റെ ഏകാദശി പൂജ തൊഴാനുള്ള ഭാഗ്യം എല്ലാ ഭക്തർക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില് ഭഗവാന്റെ നാമത്തില് ഇങ്ങനെയൊന്ന് പ്രതികരിക്കാനെങ്കിലും കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് കണ്ടുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ.